ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുറച്ച് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. വലയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഇവിടെ കുറേ ചൂണ്ടക്കാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. അപ്പം അവിടെ നമുക്ക് പോയി അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. ഇന്ന് നമുക്ക് മീൻ പിടിക്കുന്ന വിശേഷമാണ്. അതുപോലെ തന്നെ ഞാനും മീൻ പിടിക്കാൻ വേണ്ടി വല വീശുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വെള്ളത്തിൽ പോകുമോ അതോ വല കരയ്ക്ക് കിടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും മീൻ പിടിക്കാൻ പോകാം. ബാ പോരെ എല്ലാവരും. അളിയോ ഇങ്ങോട്ട് നോക്കി. ഇതാണ് നമ്മുടെ അളിയനാണ്. അളിയൻ വീശാനുള്ള പരിപാടിയാണ്. വലയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. നോക്കട്ടെ വല്ലതും പൂഞ്ഞാനയിലും കിട്ടുമെന്ന് നോക്കട്ടെ. വല്ലതും കിട്ടുമോ അളിയാ? ശ്രമിക്കാം. എന്നാ വീശിക്കോ. ആഹാ സംഭവം വീണിട്ടുണ്ട്. എല്ലാം കിട്ടുമോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ പറയാം കേട്ടോ. സമയമായില്ല. മഴയൊക്കെ പെയ്ത് കലങ്ങണോ അല്ലേ? കലങ്ങിയാലാണ് അത് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ മീൻ പിടിച്ചേ കൂട്ടുന്നുള്ളൂ. ചേട്ടൻ മീനും കൊണ്ട് പോയേ. ഒരു ചേട്ടൻ അക്കരക്കരയെന്നേ വിളിക്കുന്നു. ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുക. അമ്പടാ വല പറിച്ചല്ലോ. വല പറിച്ചു ഉണ്ടായിരുന്നല്ലേ അളിയാ? പറിച്ചോണ്ടാ പോയെ. എന്തോ അളിയ സാധനം? നമുക്ക് കിട്ടി കേട്ടോ. സാധനം കിട്ടി. ചെമ്പല്ലിയാണ്. നോക്കിയേ പോട്ടെ. ഉണ്ടോ അളിയാ? കുറച്ച് എന്തോ ചെറുതുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ അകത്തെങ്കിലും വല്ലതും കിട്ടുമോ? അളിയെ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക കേട്ടോ. ഓരോ പ്രാവശ്യവും വീശല്ലാതെ ഒരെണ്ണം പോലും കിട്ടുന്നില്ല. ആദ്യമായിട്ടാണ് ഞാനും വല വീശാൻ വേണ്ടി പഠിക്കാൻ പോവാ. എങ്ങനെയാന്ന് നോക്കട്ടെ. എങ്ങനെ അളിയെ? ഭയങ്കര പരിപാടിയാണ് കേട്ടോ. പിടിക്കാം. എല്ലാം വിരലിൻ്റെ ഇടയിലല്ലേ പരിപാടി. ഓരോ വിരലിൻ്റെ ഇടയിൽ ഓരോന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ചെറുതായിട്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ ചെയ്തോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല വാളയൊക്കെ ഇട്ട് അളിയും വീശിട്ട് ഒരെണ്ണം പോലും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഭയങ്കര പരിപാടി കേട്ടോ. എല്ലാം കയ്യിലും അവിടെ ഇവിടെ എല്ലാം 5 വിരലിൻ്റെ ഇടയിലും ഓരോ ഇത് കയറ്റി വെച്ചിട്ടുണ്ട്. എടപ്പോ ഇങ്ങനെ അപ്പൊ പോവോ? നമ്മളങ്ങ് പോവോ? ഓക്കെ. എന്നിട്ട് ഇങ്ങനെ വിട്ടാൽ മതിയോ? ആയം എടുത്തിട്ട് അങ്ങ് വിട്ടാൽ മതി. കറക്കിയുണ്ട്. കയ്യിൽ ഇങ്ങനെ കറങ്ങണം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വല വീശുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. പിടിച്ചോ. ആയം എടുത്താലേ വിരിയത്തുള്ളൂ. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം നമുക്ക്. വീണ്ടും പണി പാളിയെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ മീൻ പിടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അളിയൻ്റെ കുറച്ച് കൂട്ടുകാരും ഉണ്ട്. ഇവരെല്ലാം ഉണ്ട്. ഇത് സജീവ് ചേട്ടൻ്റെ പേരെന്നാ? കൂട്ടൻ. ആ ഇവരുടെ കൂടെ കൂടിയാണ് ഇന്നത്തെ പരിപാടി മുഴുവൻ കേട്ടോ.
എന്താണ് ഇവിടെ പരിപാടി? ഞങ്ങൾ രാവിലെ അളിയൻ്റെ കൂടെ ഇറങ്ങിയ മീനൊന്നും കിട്ടുന്നില്ല. പ്ലാവലയും ചപ്പും ചവറും ഒക്കെ ഉള്ളൂ, മീനൊന്നും ഇല്ല. അപ്പം മീൻ വീശി 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 ഇവിടെ മടുത്ത് ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുക. നമ്മുടെ റാവിച്ചേട്ടനാണ് ഇവിടെ ഉള്ള നമ്മുടെ അളിയൻ്റെ കൂട്ടുകാരനും, പിന്നെ ഞാനിവിടെ വരുമ്പം പരിചയപ്പെടുന്ന ഒരു ചേട്ടനുമാണ്. ഒരു ഹായ് കൊടുത്തേ. ഞാൻ കൊടുത്തേ ഹായ്. ഇനി എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഭാഗ്യമില്ലാന്ന്. അതെ 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 അതെ. ഇവിടെ എനിക്ക് ഭാഗ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന എൻ്റെ അളിയൻ, എൻ്റെ തമ്പിളിയാ. ഞങ്ങൾ മീൻ പിടിച്ച് പിടിച്ച് മടുത്തത് വേണ്ട. നല്ല പാടമല്ലേ ഇതിൻ്റെ പാടമാണല്ലേ? ആണല്ലേ? നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നത്. അടുത്ത അപ്പുറത്തൊരു ആറുണ്ട്, അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ട്, വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കാം കേട്ടോ. ഇവിടെ മൊത്തം ചൂണ്ടക്കാരൊക്കെയാണ് കേട്ടോ, ഇവിടെ മീൻ പിടുത്തക്കാരാണ്. ഇതല്ല സംഭവം, അവർക്ക് കിട്ടിയല്ലോ മീൻ. ഇതെന്തൊക്കെയാടാ? ഇതിനകത്ത് നമ്മുടെ ഓക്ക വരുന്നുണ്ട്, പിന്നെ മൈദ കൊഴുത്തിട്ടല്ലേ, പിന്നെ എസൻസ് ഇടും, വാനിലയോ പൈനാപ്പിളോ. എന്നാ പേന? മനീഷ്. നമ്മുടെ പ്രതീഷ്. നിങ്ങൾ സ്ഥിരം പരിപാടിയാണോ? മീൻ പിടുത്തമാണോ പരിപാടി? കിട്ടിയോ ഇന്ന് വല്ലോ? കുറച്ച് കിട്ടി. മീൻ കുറവാണ് ഇവിടെ. കുറവാ? ഒന്നും കിട്ടിയില്ല. അവർക്ക് കിട്ടിയ മീനാ കേട്ടോ. എപ്പോൾ വന്നോ? രാവിലെ പോന്നോ? നീ ചെറിയ രീതിയിലുള്ള പരിപാടിയാണോ? എന്താ സംഭവം? എന്തുവാ? അങ്ങോട്ട് ഇട്. വല്ലതും കിട്ടിയോ? മീൻ വല്ലതും കിട്ടിയോ? കിട്ടിയോ? ഇതിലാ ചെറിയ മീനായിരിക്കും കയറുന്നല്ലേ? പേരെന്നാ? വിവേക്. എത്രയല്ല പഠിക്കുന്നത്? 9. മീൻ പിടുത്തമൊക്കെ ഉണ്ടോ? കൂട്ടുകാരെ കൂടി ഇങ്ങനെ വരുമല്ലേ? നമ്മൾ വല വീശിയിട്ട് സാധനം ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ചൂണ്ടക്കാർ തകർക്കുകയാണ് കേട്ടോ. ഇത് മീൻ പിടിക്കുക എന്നുള്ളതല്ല, ഇതൊരു അവരെ ഒരു ഹോബിയാണ്. അവരിങ്ങനെ കൂട്ടത്തോടെ വന്ന് മീനൊക്കെ പിടിച്ച് ഭയങ്കര പരിപാടിയാണ്. നമ്മളെ വീശിക്കൊണ്ടിരിക്കുക. ഇതായിട്ട് നമുക്കും നല്ലതായിട്ടൊന്നും കിട്ടിയില്ല, കുറച്ച് പൊടിമീനൊക്കെ കിട്ടിയുള്ളൂ. നോക്കട്ടെ, നല്ലതെല്ലാം ഇവിടെ കിട്ടുമെന്നുള്ളത് ഞങ്ങളൊന്ന് വീശി നോക്കട്ടെ. എങ്ങനെയുണ്ടല്ലേ? വല്ലതും ചാൻസ് ഉണ്ടോ? പിന്നെയും ചങ്ങരം തന്നെ തന്നെ നിറച്ചുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ടളിയാ കിട്ടിയളിയാ. ഈ പ്രാവശ്യം ഞങ്ങൾക്കും കിട്ടി കേട്ടോ കുറച്ച് മീൻ. ഞങ്ങൾക്കും ഒരു മീനെ കിട്ടി കേട്ടോ. അമ്പടാ, വാടാ മോനെ വാടാ. കുറുവയാണോ? കുറുവയെ കിട്ടിയിട്ടുണ്ട്, കുറുവ. കുറുവ. വീണ്ടും അടുത്ത സൈറ്റിലേക്ക്. എൻ്റെ അളിയാ, ഇതെന്തോ അളിയാ? ഒന്നുമില്ല അളിയാ, കിട്ടാനുള്ള സമയമായില്ല. ആയി വരുന്നേ ഉള്ളൂ. വല്ലതും കിട്ടും. വെള്ളം കലങ്ങി വരണം. കലങ്ങി വന്നാലേ കിട്ടത്തുള്ളൂ. വന്നാലേ കിട്ടത്തുള്ളൂ.
ആ ഉണ്ടളിയാ. ആ ഈ പ്രാവശ്യത്തെ പണി കറക്റ്റായിരുന്നു. ആ കുറച്ച് കിട്ടി. സാധനം കിട്ടിപ്പോയി. നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാം പെറുക്കി ഇടണേ. ആ ഇതിൻ്റെ പേരെന്നാളിയാ? തൂളി. ആ കറക്റ്റ് കവറിലോട്ട് തന്നെ ചാടുന്നത്. ഇത് കണ്ടാ എന്തുവായാലും ഇന്ന് ഇതിനെ കൊണ്ടുപോയി കറി വയ്ക്കണം. ഇതെന്തോ പള്ളത്തിയോ? ചെമ്പല്ലി. കുറച്ച് മീനെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പെറുക്കി നമുക്ക് കവറിനകത്താക്കാം കേട്ടോ. മീനെ പിടിക്കാനും ഒരു വശം വേണം അല്ലേ? അയ്യോ കയ്യെ കൊള്ളാതെ. ഇത് കണ്ട ചെമ്പല്ലിയാണിത്. ചെമ്പല്ലി. ഇതെന്നാ സാധനം? തൂളിക്കുഞ്ഞ്. അവിടെ ചാടണം. അത് കരിഞ്ഞട്ടപ്പരല് സംഭവം. ഒന്ന് കറി വെക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെയൊക്കെ വെച്ച് നമുക്കിന്ന് കറി വയ്ക്കണം. ഒരു വല വാങ്ങിയാൽ ആ വല എങ്ങനെ നമുക്ക് വീശാൻ പഠിക്കാം. അപ്പോൾ അളിയൻ നമുക്കത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് കയ്യിൽ നമുക്ക് കയറ്റി ഇങ്ങനെ വെച്ച് വീശുന്നത് എങ്ങനെയാണെന്നൊക്കെ അളിയൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. വല വീശാൻ അറിയാൻ വയ്യാത്തവരെല്ലാം ഒരു വല മേടിച്ച് വെച്ചോ. നമുക്കിത് പണി പഠിക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അളിയ നമുക്ക് വല എങ്ങനെ വീശുന്നതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരികയും അപ്പോൾ അതെങ്ങനെയാണ് കയ്യിൽ എടുക്കേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമോ? പിന്നെന്താ, അത് നമുക്ക് വല നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, ഒരു വല നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വലയുടെ ഇത് തൊടുവളയെന്ന് പറയും. ഈ തൊടുവളയെ നമ്മുടെ വലത്തെ കൈ പലരും പല രീതിയിലാണ് വീശുന്നത്. നമുക്ക് വലത്തെ കൈയോ ഇടത്തെ കൈയോ, ഞാൻ വലത്തെ കൈ തന്നെ വെക്കുകയാണ്. വലത്തെ കൈയിൽ ഈ തൊടുവളയെ നമ്മളിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് മാഞ്ഞാണ് എന്ന് പറയും. ഈ മാഞ്ഞാണ് ഇങ്ങനെ ചുറ്റിയെടുക്കുക കയ്യിൽ. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചെറിയ വിരലിൻ്റെ അതിലോട്ട്, ഞാൻ ഈ ചെറിയ വിരലിന് പലരും പല രീതിയിലാണ് വീശുന്നത്. ഞാൻ ഈ ചെറിയ വിരലിൻ്റെ അതിലേക്ക് ഈ തൊടുവളയും മാഞ്ഞാണ് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ വല നമ്മൾ കുറച്ച് താഴെ പിടിക്കുക. എന്നിട്ട് ഇത് രണ്ടാക്കി നമ്മുടെ ഈ രണ്ടാമത്തെ വിരലിലേക്ക് ഇങ്ങനെ വെക്കുക. ഇത് കുറുക്കുക എന്ന് പറയും. വല കുറുക്കി എടുക്കുക, കുറച്ച് എടുക്കുക എന്ന് പറയും. അതിനുശേഷം വീണ്ടും അടുത്ത വിരലിലോട്ട് കുറച്ച് കുറുക്കി അടുത്ത വിരലിലോട്ട് വെക്കുക. എന്നിട്ട് വലയുടെ താഴ്വശം നമ്മുടെ തള്ളവിരൽ ചേർത്ത് പിടിക്കുക. ഇത്രയും കുറുക. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് വേണം വല എടുക്കാൻ. നമ്മൾ വീശാൻ വേണ്ടി ഈ സൈഡിൽ ഇതിൻ്റെ വലയുടെ 1/3 ഭാഗം എടുത്ത് നമ്മുടെ ഈ കൈപ്പുറത്ത് ഇങ്ങനെ. അതിനുശേഷം നമ്മുടെ ഈ കൈ കൊണ്ട് വലയുടെ 1/3 ഭാഗം വീണ്ടും എടുക്കുക. എന്നിട്ട് നമ്മൾ വല വീശാൻ ഉദ്ദേശിക്കുന്നിടത്ത് പോയി നിൽക്കുക, സ്റ്റഡിയായിട്ട് നിൽക്കുക. അതിനുശേഷം വല ഇങ്ങനെ പുറകോട്ട് ആയം എടുത്ത് കറക്കി മുമ്പോട്ട് വിടുക. ഇങ്ങനെയാണ് നമുക്ക് വീശാൻ പഠിക്കാൻ പറ്റുന്നത്. വല എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. കുഞ്ഞു വിരലിൽ ഒരെണ്ണം, അത് കഴിഞ്ഞ് എങ്ങനെയല്ലേ മടക്കി വീണ്ടും രണ്ടാമത്തെ വിരലിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ, പിന്നെ അടുത്തെങ്ങനെ അടുത്തത് വീണ്ടും അടുത്ത വിരലിൻ്റെ ഇടയ്ക്ക്, അതിനുശേഷം ഇങ്ങനെ പിടിക്കുക അല്ലേ? എന്നിട്ട് തന്നെയോ ഉള്ളം കയ്യിലോട്ട് വെക്കുക. ഉള്ളം കൈ ഇങ്ങനെയല്ലേ? പഠിച്ചേ എന്നിട്ട് ഇവിടുന്ന് സാധനം എടുത്ത് ഇവിടുന്ന് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പം ശരിയാക്കി തരാം. ഇവിടുന്ന് എടുത്ത് നമ്മളെ ഇവിടെ അവിടെ വരെ വേണ്ട, ഇവിടെ ഇടുക. അതിന് ശേഷം ഒരു മിനിറ്റ്
ഇട്ടാൽ മതിയോ? കറക്റ്റ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വല നമ്മൾ പിടിച്ചേക്കുന്നുണ്ടല്ലോ? അപ്പം നമ്മളിന്ന് അളിയൻ്റെ കൂടെ കൂടി എഞ്ഞിടുന്നേ. അപ്പം അളിയൻ്റെ കൂടെ കൂടി നമ്മൾ വല വീശാൻ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വല വീശേണ്ടതെന്നുള്ളത് അളിയൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ കുറച്ച് ചൂണ്ടക്കാരെ നമ്മൾ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരേക്കും എല്ലാവർക്കും ബായ്. അങ്ങോട്ട് തുടങ്ങട്ടെ.